രാജ്യത്തെ ഏറ്റവും വലിയ പത്രം ഒറ്റ രാത്രിയിൽ കത്തിച്ചാമ്പലായിരിക്കുകയാണ്. ആ പത്രത്തിൻ്റെ ഓഫീസ്. ഇത് നമ്മുടെ നാട്ടിലെ പത്രത്തിൻ്റെ ഓഫീസല്ല. നമ്മുടെ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യമേ ഇല്ല എന്നാണ് നമ്മുടെ നാട്ടിലെ സകല പുങ്കവന്മാരും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യം കൊടികെട്ടി വാഴുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേരാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിനെക്കാട്ടിലും മാധ്യമ സ്വാതന്ത്ര്യമുള്ള വേറൊരു രാജ്യമുണ്ട്. ആ രാജ്യമാണ് പാകിസ്ഥാൻ. ഇവർക്ക് രണ്ടുപേർക്കും ഇന്ത്യൻ ജനതയെക്കാട്ടിലും സന്തോഷവും ഉണ്ടത്രേ എന്നാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ പറയുന്നത്. നോക്കൂ, മാധ്യമ ഇൻഡെക്സിൽ ഇന്ത്യ വീണ്ടും താഴേക്ക് പോയിരിക്കുന്നു എന്നാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പുങ്കവന്മാരും മതമൗലികവാദികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും രാവിലെ എഴുന്നേറ്റ ശേഷം ഒരു മനുഷ്യനെ, അതും ഒരു മുസ്ലിമിനെ പിടിച്ച് ചുട്ടുകൊന്ന് തിന്നിട്ടാണ് അധികാരത്തിലേക്ക് കയറുന്നത് എന്ന് 2014 മുമ്പ് പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് ഇവരെല്ലാം. ഇപ്പോഴിതാ ബംഗ്ലാദേശിലെ ധാക്കയിൽ നിന്നും വരുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ നേതാവിനെ അവിടെ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. വെടിവെച്ച് കൊന്ന ഈ സാഹചര്യത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പത്രമായിട്ടുള്ള ഡെയിലി പ്രേതവും അലോയുടെ ഡെയിലി സ്റ്റാറിൻ്റെയും ഓഫീസ് ഇസ്ലാമിസ്റ്റുകൾ സമ്പൂർണ്ണമായിട്ട് തീയിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. തീയിട്ട് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകരെ അതിനകത്തിട്ട് പൂട്ടിയ ശേഷമാണ് തീയിട്ടത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മാധ്യമ പ്രവർത്തകരെ അതിനകത്തിട്ടു, പൂട്ടി, ശേഷം എല്ലാ എണ്ണത്തിനെയും ചുട്ട് ചാമ്പലാക്കാനായി ആ മാധ്യമ സ്ഥാപനം അഗ്നിക്കിരയാക്കുകയായിരുന്നു ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ മാധ്യമ പ്രവർത്തകരെ എല്ലാം തന്നെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേരെ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ, സന്തോഷകരമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ സംഘർഷഭരിതമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സൈന്യം സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവിടെ ഹിന്ദു വംശഹത്യ വലിയ രീതിയിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഷേഖ് ഹസീനയുടെ സംരക്ഷണം ഇന്ത്യ ഏറ്റെടുത്തത് ISIയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയവാദികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ ഇവന്മാരെ മുന്നിൽ നിർത്തി, അതായത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി കളിക്കുന്നത് പോലെ ഇവന്മാരെ മുന്നിൽ നിർത്തി ISI അവരുടെ ടൂൾ കിറ്റ് നടപ്പിലാക്കുകയാണ്. അതിനാണ് അവിടെ ഈ വംശഹത്യ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.